Welcome to the next session on general vector spaces. In this class we will discuss orthogonal complements. So, two non-zero vectors u and v in Rn are said to be orthogonal or perpendicular if u dot v is equal to 0. The dot product of u and v is equal to 0. Okay. സോ ഇത് നമ്മൾ നേരത്തെ വെക്റ്റേഴ്സിനെ പറ്റി പഠിച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാവുന്ന ഒരു റിസൾട്ടാണ്. ഇവിടെ വെക്റ്റർ യു ആൻഡ് വെക്റ്റർ വി ആർ ഇൻ ആർ എൻ. സോ ബോത്ത് ഓഫ് ദം ഹാവ് എൻ കോർഡിനേറ്റ്സ്. സോ വെക്റ്റർ യു ഇസ് ഈക്വൽ ടു സം u1, u2, etc. un, and vector v is equal to v1, v2, etc. vn. Then dot product of u and v equal to 0 implies u1 v1 plus u2 v2 plus etc. plus un vn is equal to 0. If this happens, then we say that vector u and vector v are orthogonal to each other or they are perpendicular to each other. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് എന്താണെന്നാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം നമ്മൾ ട്രിവിയലായിട്ട് അസ്യൂം ചെയ്യുകയാണ്. ദ സീറോ വെക്റ്റർ ഇൻ ആർ എൻ ഇസ് ഓർത്തോഗണൽ ടു എവറി വെക്റ്റർ ഇൻ ആർ എൻ. സോ ഏത് വെക്റ്റർ യു നമ്മൾ ആർ എന്നിൽ നിന്ന് എടുത്താലും വി നോ ദാറ്റ് യു ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ. സീറോ വെക്റ്ററും മറ്റേത് വെക്റ്ററുമായിട്ടും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറോയാണ് കിട്ടുക. സോ we assume that the zero vector in Rn is orthogonal to every other vector in Rn. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ we can think about orthogonal complements. ഇവിടെ W is a subspace of Rn. Then the set of all vectors in Rn that are orthogonal to every vector in W is called the orthogonal complement of W and is denoted by the symbol W perp. This is W perp. For example, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് R3-ലാണെന്ന് കരുതുക. R3-ൽ I am considering the space W as set of all ordered pair x, y, 0 where x and y are real numbers. So the third coordinate is always 0. Means this is nothing but xy plane. ഓക്കെ, ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ഏത് വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും അതിനോട് ഓർത്തോഗണലായിട്ടുള്ള ഒരാളെ നമുക്കറിയുന്നത് സെഡ് ആക്സിസ് ആണ്. ഓർ സെഡ് ആക്സിസിനോട് പാരലലായിട്ടുള്ള എല്ലാവരും ഡബ്ല്യുവിനോട് ഓർത്തോഗണലായിരിക്കും. പക്ഷേ നമുക്കൊരു കാര്യം നിർബന്ധമാണ്, ഈ ഡബ്ല്യു പെർപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സീറോയിൽ കൂടി പാസ് ചെയ്യുന്ന, അതായത് ഇതും ഒരു സബ്സ്പേസ് ആണ്. ഡബ്ല്യു പെർപ്പ് എന്ന് പറയുന്നതും ഒരു സബ്സ്പേസ് തന്നെയാണ്. സോ സീറോ എന്ന് പറയുന്നത് അതിലുണ്ടായിരിക്കണം. സോ എക്സ് വൈ പ്ലെയിനിനോട് ഓർത്തോഗണലായിട്ട് നമ്മുടെ കയ്യിലുള്ളത് സെഡ് ആക്സിസ് ആണ്. സോ ഡബ്ല്യു പെർപ്പ് വിൽ ബി സെറ്റ് ഓഫ് ഓൾ ordered triplet 0, 0, z where z is in R. So if W is a subspace of Rn, then the set of all vectors in Rn that are orthogonal to every vector in W is called orthogonal complement of W and it is denoted by W perp. അടുത്തതായിട്ട് നമുക്കൊരു തിയറം കാണാം. If W is a subspace of Rn, then W perp is also a subspace of Rn. അതുപോലെ the only vector common to W and W perp is 0. In other words, we can say that W intersection W perp is equal to 0. Now, the orthogonal complement of W perp is W itself. Okay, so W പെർപ്പിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് W തന്നെയാണ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഡബ്ല്യു പെർപ്പിനെ പറ്റി പറയാനുള്ളത്. സോ നമുക്കത് ഓക്കെ, ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് ആർ എൻ എന്ന് അസ്യൂം ചെയ്യാം. ദെൻ ഡബ്ല്യു പെർപ്പിലുള്ള രണ്ട് വെക്റ്റേഴ്സ് ഞാൻ എടുക്കുകയാണ്.
ഡബ്ല്യു പർപ്പിലുള്ള വെക്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റിസൾട്ട് എ ആണ് ഞാനിവിടെ പറയുന്നത്. സപ്പോസ് യു ആൻഡ് വി ആർ ഇൻ ഡബ്ല്യു പർപ്പ്. So this means u dot w equal to 0 for all w element of capital W. അതുപോലെ തന്നെ v dot w equal to 0 for all w element of capital W. Then u plus v dot w is equal to, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, ഡോട്ട് പ്രൊഡക്റ്റ്. സോ ദിസ് വിൽ ബി സെയിം ആസ് യു ഡോട്ട് ഡബ്ല്യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു വിച്ച് ഇസ് 0 plus 0 equal to 0. And this implies u plus v is in w perp. Because u plus v എന്ന് പറയുന്ന വെക്റ്റർ ക്യാപിറ്റൽ ഡബ്ല്യുവിലുള്ള എല്ലാവരോടും ഓർത്തോഗണലാണ്. അതുകൊണ്ട് തന്നെ യു പ്ലസ് വി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കും. ഇതുപോലെ നമുക്ക് ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സി യു, ഈ വെക്റ്റർ ഡബ്ല്യു പർപ്പിൽ ഉണ്ടാവുമോ? സി യു ഡോട്ട് ഡബ്ല്യു വിൽ ബി സെയിം ആസ് സി ഇൻറ്റു യു ഡോട്ട് ഡബ്ല്യു, ആൻഡ് ദിസ് ഇസ് സി ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ വി ക്യാൻ സേ ദാറ്റ് the dot product of Cu with any vector of capital W is 0, which implies Cw is in capital W perp. അപ്പോൾ അതുകൊണ്ട് തന്നെ W perpലുള്ള രണ്ട് വെക്റ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്താലും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും still we are in W perp itself. So W perp is also a subspace of Rn. Now we will prove the next result, B. ഈ ബിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഓൺലി വെക്റ്റർ കോമൺ ടു ഡബ്ല്യു ആൻഡ് ഡബ്ല്യു പെർപ്പ് ഇസ് 0 വെക്റ്റർ. സോ സപ്പോസ് ദർ ഈസ് സം സെഡ് ഇൻ ഡബ്ല്യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു പെർപ്പ്. സോ ദിസ് മീൻസ് സെഡ് ഈസ് ഇൻ ഡബ്ല്യു ആൻഡ് സെഡ് ഈസ് ഇൻ ദ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് ഡബ്ല്യു. ഓക്കെ, so from this we can say that z dot say u is equal to 0 for all u element of w. കാരണം we know that z is in w perp. So z dot u equal to 0 for all u element of w എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സെഡും ഡബ്ല്യുവിൽ തന്നെയുള്ള ആളാണ്. സോ ഇഫ് വി ടേക്ക് യു ഈസ് ഈക്വൽ ടു സെഡ്, ദെൻ വി ഗെറ്റ് സെഡ് ഡോട്ട് സെഡ് ഇസ് ഈക്വൽ ടു 0. ഒരു വെക്റ്ററും അതേ വെക്റ്ററും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ ശരിക്കും നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ സെഡ് എന്ന് പറയുന്നയാൾ 0 ആയിരിക്കണം. സോ ഡബ്ല്യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു പെർപ്പിൽ 0 വെക്റ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ പാർട്ട് ബി പ്രൂവ് ചെയ്യുന്നത്. In the last result we say that the orthogonal complement of W perp is W itself. That is W perp perp is equal to W itself. I'm not going to prove this result here. Now we can see some examples. In R2, the orthogonal complement of a line W through origin is the line through the origin that is perpendicular to W. So see this picture. We are in R2 and this is W. It is a line passing through origin. അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഡബ്ല്യുവിനോട് പെർപെൻഡിക്കുലറായി ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ ഏതാണോ അത് തന്നെയാണ് അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിട്ട് വരിക. Now in R3, the orthogonal complement of a plane W through the origin is the line through the origin that is perpendicular to that plane. ഇവിടെ ഗ്രേ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന 2 ഡയമെൻഷണൽ സബ്സ്പേസ്. ഒരു പ്ലെയിനാണ് ഇത്, ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നൊരു പ്ലെയിനാണ് നമ്മളിവിടെ ഡബ്ല്യു ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഈ പ്ലെയിനോട് പെർപെൻഡിക്കുലറായി
നമുക്ക് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഏതാണോ അതാണ് ഈ ഡബ്ല്യുവിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിട്ട് വരിക. നൗ അടുത്തതായിട്ട് നമുക്കൊരു തിയറാണുള്ളത്. ഇഫ് എ ഈസ് ആൻ m/n മെട്രിക്സ് ദെൻ ദ നൾ സ്പേസ് ഓഫ് എ ആൻഡ് ദ റോ സ്പേസ് ഓഫ് എ ആർ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ഇൻ Rn. അതായത് ഇപ്പം നൾ സ്പേസ് ഓഫ് എ ആൻഡ് റോ സ്പേസ് ഓഫ് എ, വി ഹാവ് ആൻ m/n മെട്രിക്സ്. റോ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ W എന്ന് വിളിച്ചു എന്ന് കരുതുക. റോ സ്പേസ് ഓഫ് എയെ ഞാൻ W എന്ന് വിളിക്കുകയാണെങ്കിൽ നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇതാണ് ഈ റിസൾട്ട് നമ്മളോട് പറയുന്നത്. ഓൾസോ ദ നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ആൻഡ് കോളം സ്പേസ് ഓഫ് എ ആർ ഓർത്തോഗണൽ. കോളം സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്കറിയാം റോ സ്പേസ് ഓഫ് എയുടെ അതേ ഡയമെൻഷനുള്ള ഒരു സബ് സ്പേസ് ആണ് നമുക്ക് കിട്ടുക. അതും നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസും തമ്മിൽ ഓർത്തോഗണൽ ആയിരിക്കും. ആൻഡ് ദീസ് ആർ സബ് സ്പേസസ് ഓഫ് Rm. ഫസ്റ്റ് കേസിൽ m/n മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും റോ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും ദേ ആർ സബ് സ്പേസസ് ഓഫ് Rn. ആൻഡ് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും കോളം സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും ദേ ആർ സബ് സ്പേസസ് ഓഫ് Rm. നൗ കുറച്ച് ഈക്വാലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഈക്വാലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ പിന്നെ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ബാക്കി എല്ലാവരും ട്രൂ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നോക്കാം. ഇഫ് എ ഈസ് ആൻ n/n മെട്രിക്സ് ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈക്വലൻറ്റ്. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. n കോളംസും n റോസും ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എ. സപ്പോസ് എ ഈസ് ഇൻവെർട്ടിബിൾ, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓർ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ് എന്ന് കരുതുക. അപ്പം നമ്മൾ പറയും എ ഈസ് ഇൻവെർട്ടിബിൾ. എ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ AX ഈക്വൽ ടു 0 ഹാസ് ഓൺലി ദ ട്രിവിയൽ സൊല്യൂഷൻ. നമുക്കറിയുന്ന കാര്യമാണ്. AX ഈക്വൽ ടു 0ൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് x is equal to a inverse times 0 which is same as 0. So AX equal to 0ക്ക് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, x equal to 0 എന്നുള്ളത് മാത്രം. Then the reduced row echelon form of A is IN. എ ഇൻവെർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ എയുടെ റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയായിരിക്കും. അതുപോലെ ഇഫ് എ ഈസ് ഇൻവെർട്ടിബിൾ, A is expressible as product of elementary matrices. Then the next statement says that AX equal to B is consistent for every n/1 matrix B. Then കഴിഞ്ഞിട്ടില്ല, we have another equivalent statement. AX equal to B has exactly one solution for every n/1 matrix B. കാരണം AX ഈക്വൽ ടു ബിയുടെ രണ്ട് സൈഡും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഒരു ഫിക്സഡ് മെട്രിക്സ് ആണ്, ബിയും ഒരു ഫിക്സഡ് മെട്രിക്സ് ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ഒരു സിംഗിൾ സൊല്യൂഷൻ. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ഒരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും എക്സ് ഈക്വൽ ടു ബിയുടെ. And we know that A invertible matrix ആണെങ്കിൽ determinant of A not equal to 0. Similarly, the column vectors of A are linearly independent. If A is an invertible matrix, then the column vectors of A are linearly independent. അതുപോലെ തന്നെ Aയുടെ റോ വെക്റ്റേഴ്സും linearly independent ആയിരിക്കും. Column vectors of A will span Rn. If A is an n/n matrix, and if A is invertible, then the column vectors of A span Rn. ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നോക്കാം. A n/n മെട്രിക്സ് ആണ്, അപ്പോൾ അതിന് n കോളംസ് ആണുള്ളത്. ആ n കോളംസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. Rnൻ്റെ ഡയമെൻഷനും n ആണ്. സോ എയുടെ n കോളംസ് എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ്
എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിത്ത് n വെക്റ്റേഴ്സ് ഇൻ ദ n ഡയമെൻഷണൽ സ്പേസ് ആർ എൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളം വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ആർ എന്നിൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. അത് ബേസിസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് വിൽ സ്പാൻ ആർ എൻ. സിമിലർലി ദ റോ വെക്റ്റേഴ്സ് ഓഫ് എ സ്പാൻ ആർ എൻ. ഇതേ ആർഗ്യുമെൻറ്റ്സ് തന്നെ നമ്മൾ റോസിന് അപ്ലൈ ചെയ്താൽ മതി. ദെൻ കോളം വെക്റ്റേഴ്സ് ഓഫ് എ ഫോം എ ബേസിസ് ഫോർ ആർ എൻ. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് പറയാം ദ റോ വെക്റ്റേഴ്സ് ഓഫ് എ ഫോം എ ബേസിസ് ഫോർ ആർ എൻ. ദെൻ എ ഹാസ് റാങ്ക് എൻ. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എ ഇൻവെർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ എയുടെ റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോം എന്ന് പറയുന്നത് IN ആയിരിക്കും. IN എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദ റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോം എന്ന് പറയുന്നത് ഈക്വൽ ടു n ആണ്. സോ എ ഹാസ് റാങ്ക് n. എയുടെ റാങ്ക് n ആണെങ്കിൽ നമുക്കറിയാം റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. സോ n പ്ലസ് nullity equal to number of columns is again n. So from this we can say that the nullity is nothing but 0. Then the orthogonal complement of the null space of A is Rn. If A is an invertible matrix, the orthogonal complement of the null space of A is Rn. Then the orthogonal complement of the row space of A is also it is 0. സോ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ഈക്വാലൻ്റ് ആണ് എന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നത്.